ദൈവങ്ങൾക്കിനി ഈ ചെമ്പകമംഗലത്ത് നിന്നൊരു ജീവൻ തന്നെ എടുക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ അത് എന്റെ തന്നെ ആയിക്കോട്ടെ. രാജലക്ഷ്മി, ദൈവങ്ങൾക്കല്ലല്ലോ ആ വടയക്ഷിക്കല്ലേ നിർബന്ധം. ഒന്നും സംഭവിച്ചില്ലല്ലോ രാജലക്ഷ്മി, അങ്ങനെ സമാധാനിക്കേ. അങ്ങനെ തീർത്തു പറയാൻ വരട്ടെ അച്ഛാ. ഈ രാഹുകാലം എന്ന് പറയുന്നതേ 1.5 മണിക്കൂറല്ലേ? എന്ന് പറഞ്ഞാ 1.5 മണിക്കൂർ മാത്രമാണ് രാഹുകാലം. 5ഉം 10ഉം മിനിറ്റ് മുന്നോട്ടും പിന്നോട്ടും ആയിട്ട് മാറ്റം വരുമെന്നാ ജ്യോത്സ്യന്മാര് പറയുന്നത്. അതുപോലെ മഹാസിദ്ധന്മാര് പറയുന്നതിലും മാറ്റമൊന്നും ഉണ്ടാവില്ല. കുറച്ച് കഴിഞ്ഞാണെങ്കിലും അത് സംഭവിച്ചിരിക്കും. അതെ, ആരും ഇനി അധിക യാത്രകളൊന്നും വേണ്ടെന്ന് പറയണം. പരമാവധി സൂക്ഷിക്കാനേ നിവൃത്തിയുള്ളൂ. അതുകൊണ്ടൊന്നും കാര്യമില്ല. കാർ അപകടത്തിൽ മരിക്കൂന്ന് ജാതകവിധി ഉണ്ടായിട്ടുള്ള ഒരാള് വീട്ടിനുള്ളില് അടച്ചിട്ടിരുന്ന കഥ കേട്ടിട്ടില്ലേ? ആ, കളിപ്പാട്ട കാറ് ചവിട്ടി കാല് തന്നെ വീണു തലയിടിച്ചു മരിച്ചു. ഇതൊക്കെ അച്ചട്ട. തലവരെന്ന് പറയുന്നതേ തൂത്താലും തുടച്ചാലും മാറില്ല. നന്ദിനടുത്ത് എവിടെ അച്ഛാ? അവൾ അടുക്കളയിലുണ്ട്. ഇവളെ കൂട്ടിയാണോ നീ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പോകുന്നത്? ഇനി ഇതും പറഞ്ഞിവിടെ മനസമാധാനം ഉണ്ടാവില്ല. എനിക്കും തോന്നി വേണ്ടായിരുന്നു. ഞാൻ ഈ കാര്യം ചെന്ന് നന്ദിനിയടത്തോട് പറഞ്ഞ ഒരു എഫക്റ്റ് ഉണ്ടാവില്ല. മാനവ ഏഷണിക്കാരിയും പരദൂഷണക്കാരിയും ആണല്ലോ. രാമനാമം ജപിച്ചിരിക്കുന്ന ജനാർദ്ദന കൈമളോ സത്യവതിയായ രാജലക്ഷ്മിയോ പറഞ്ഞ അറിയട്ടെ ഏട്ടത്തെ ഈ കാര്യം. എന്നാലേ ഒരു പഞ്ചുണ്ടാവും. സാവിത്രി ഞാൻ വിളിച്ചിരുന്നു. മ്യൂറൽ പെയിന്റിങ്ങിൽ താല്പര്യമുള്ള സ്ത്രീകളുണ്ടോന്നറിയാൻ കുടുംബശ്രീക്കാരുമായി ഒരു കൂടിക്കാഴ്ചയിലാണെന്നാ പറഞ്ഞത്. നീ ആദ്യം സ്വയം ഒന്ന് സമാധാനപ്പെടും രാജലക്ഷ്മി. കൈമളേട്ടാ, കാർത്തിമോൻ ഇവിടെ തന്നെയില്ലേ? അവൻ മീനാക്ഷിയും കൂട്ടി പുറത്തേക്ക് പോയല്ലോ. മീനാക്ഷിയും കുട്ടി പുറത്തേക്ക് പോയെന്നോ? അതെ, കൊച്ചുമകനുമായിട്ടുള്ള അവളുടെ വിവാഹബന്ധം എത്രയും വേഗം പിരിക്കണം. അല്ലെങ്കിൽ ആ മരണവും നാം മുന്നിൽ കാണുന്നു. മീനാക്ഷി, എന്താ മോളെ? ഒരു ആക്സിഡന്റ് പറ്റി. ആക്സിഡന്റോ? ഞങ്ങള് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാ. അയ്യോ, മോളെ എന്താ ആക്സിഡന്റ്? ഏത് ഹോസ്പിറ്റലിലേക്കാ? അത് അമ്മേ, ഇവിടെ. മോളെ മോളെ മീനാക്ഷി, അയ്യോ മോളെ 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 മീനാക്ഷി, മോളെ മോളെ. നിക്ക്, ഇത് സ്വർണ്ണപ്പണയം എടുക്കുന്ന സ്ഥലമൊന്നുമല്ല, ഹോസ്പിറ്റലാ. ഇവിടെ ക്യാഷായിട്ട് തന്നെ തരണം. ഞാൻ ഒറ്റയ്ക്കുള്ളൂ. വീട്ടിൽ നിന്ന് അമ്മ വന്നാലേ ക്യാഷ് തരാൻ പറ്റൂ. അതുവരെ ഇതൊരു ഉറപ്പായിട്ട് കരുതി. അതൊന്നും പറ്റില്ല. ഇതെവിടെങ്കിലും കൊണ്ടുപോയി പണയം വെച്ച് ക്യാഷുമായിട്ട് വരൂ. അതിനുള്ള സമയമൊന്നുമില്ല. ഉടനെ ബ്ലഡ് കൊടുത്തില്ലെങ്കിൽ ആപത്താണെന്ന് ഡോക്ടർ പറഞ്ഞു. അത് തന്നെയാ മേഡം പറയുന്നത്. അഡ്വാൻസ് പേയ്മെന്റ് അടയ്ക്കാതെ ഇവിടെ ഒന്നും നടക്കില്ല. ഞങ്ങളൊക്കെ വെറും സ്റ്റാഫാ. ഞങ്ങൾക്കാർക്കൊന്നും ചെയ്യാനാവില്ല. ഈ വളകൾ എടുത്തോ, അല്ലെങ്കിലും ഇത് പണയം വെച്ചാലൊന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പണം കിട്ടില്ല. ICUയിൽ കിടക്കുന്ന പേഷ്യന്റാ. അഡ്വാൻസ് കൂടുതൽ അടയ്ക്കണം. എന്റെ മുമ്പിൽ നിന്ന് കരഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. ചെല്ല്, ഈ ഹോസ്പിറ്റലിന്റെ വാതിൽക്കൽ തന്നെ ഗോൾഡ് ലോൺ തരുന്ന ബാങ്കുകളുണ്ട്. ചെല്ല്. അർച്ചന, മീനാക്ഷി, എന്താ?
എന്താ നിനക്ക് പറ്റിയ? ഇതൊരു ഹോസ്പിറ്റലാ, ആളുകൾ ശ്രദ്ധിക്കും. നീ കാര്യം പറയൂ. എന്താ നിന്റെ പ്രശ്നം? കരയാതെ കാര്യം പറയൂ. നീ എന്താ ഇവിടെ? ആരാ ഹോസ്പിറ്റലില്? അയ്യോ, കാർത്തിയോ? എന്താ പറ്റിയേ? ഞാനെല്ലാം പറയാം നിന്നോട്. പറയേ. ഇതിനാണോ നീ ഇത്രയും കരഞ്ഞേ? നീ വിഷമിക്കണ്ട, കാശ് എന്റേലുണ്ട്. നമുക്ക് പണം അടയ്ക്കാം. കാർത്തിക്കിനെ ദൈവം രക്ഷിക്കും. നീ പേടിക്കണ്ട മീനാക്ഷി, കാരണം നീ അത്രയ്ക്ക് നല്ലവളാ.